ഒരു ക്വസ്റ്റൻ നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് പാർട്ട് നമ്പർ 6 വീഡിയോ ആണ് നമ്മളിപ്പം കണ്ടിന്യൂ ചെയ്യുന്നത്. പാർട്ട് 5ന്റെ അതേ എക്സ്റ്റൻഷൻ തന്നെയാണ് പാർട്ട് 6 എന്ന് പറയുന്നത്. പാർട്ട് 5ൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എനർജി ആൻഡ് പവർ സിഗ്നൽസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു മോഡൽ ക്വസ്റ്റൻ ആണ്. സാധാരണഗതിയിൽ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചു വരുന്ന ക്വസ്റ്റൻസ് ആണ്. ഇഫ് ദ എനർജി ഓഫ് ദ സിഗ്നൽ, ഒരു സിഗ്നലിന്റെ എനർജി തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിന്റെ എനർജി 1/10 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് 2t എനർജി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ കൺക്ലൂഷൻസ് ഒക്കെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളുടെ സിഗ്നൽ ഇഫ് ദ സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു e⁻−at u of t എന്ന് പറയുന്ന സിഗ്നൽ ആണെങ്കിൽ, വേർ a ഗ്രേറ്റർ ദാൻ 0 അല്ലെ ആണെങ്കിൽ, ദ എനർജി ഓഫ് ദ സിഗ്നൽ നമുക്ക് പറയാൻ പറ്റും എനർജി ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നത്തിങ് ബട്ട് 1/2a ജൂൾസ് എന്നാണ് അതിന്റെ എനർജി എന്ന് പറയുന്നത് അല്ലെ. അടുത്ത നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? എക്സ് ഓഫ് ടി, അടുത്ത എന്തായിരിക്കും? സ്കെയിൽഡ് വേർഷൻ അല്ലെ. എനർജി ഓഫ് ദ സ്കെയിൽഡ് വേർഷൻ, ഫസ്റ്റ് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് നോട്ട്, എനർജി ഓഫ് ദ സ്കെയിൽഡ് വേർഷൻ, എനർജി ഓഫ് സ്കെയിൽഡ് വേർഷൻ, ടൈം സ്കെയിൽഡ് വേർഷൻ, അല്ലെങ്കിൽ സ്കെയിൽഡ് വേർഷൻ എന്ന് പറയാൻ പറ്റും, ടൈം സ്കെയിൽഡ് എഴുതിക്കോളൂ. എനർജി ഓഫ് ടൈം സ്കെയിൽഡ് വേർഷൻ ഇസ് ഈക്വൽ ടു, എങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്? എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിന്റെ എനർജി ഇ ആണെങ്കിൽ, എക്സ് ഓഫ് എ ടി എന്ന് പറയുന്ന സിഗ്നൽ എന്തായിരിക്കും വരിക? അതിന് എനർജി എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് e/a ജൂൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട്, ആസ് പെർ ദ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടിയുടെ എനർജി ഓഫ് എക്സ് ഓഫ് ടി എത്ര തന്നിട്ടുണ്ട്? എനർജി ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/10 ജൂൾസ് എന്ന് തന്നിട്ടുണ്ട്. എനർജി ഓഫ് എക്സ് ഓഫ് ടി ഈസ് 1/10 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? എനർജി ഓഫ് എക്സ് ഓഫ് 2t. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എനർജി ഓഫ് എക്സ് ഓഫ് 2t ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താ? e/a അല്ലെ. ഇവിടെ എനർജി എത്ര തന്നിട്ടുള്ളത്? എനർജി നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടിയുടെ എനർജി എത്ര? 1/10. ഹിയർ a 2t എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? സ്കെയിലിംഗ് എമൗണ്ട് എത്ര? 2 അല്ലെ. ഹിയർ a ഈസ് ഈക്വൽ ടു 2. അപ്പൊ എന്തായിരിക്കും? 1/10 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് 1/20 ജൂൾസ് എന്ന് കിട്ടും. അപ്പം ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമുക്ക് അറിയേണ്ടുള്ളത് രണ്ട് റിസൾട്ടുകളാണ്. എന്തൊക്കെയാണ്? ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു e⁻−at ഇൻറ്റു u of t എന്ന് പറഞ്ഞ സിഗ്നലിന്റെ എനർജി എന്ന് പറഞ്ഞാൽ 1/2a ജൂൾസ് ആണ്. സ്കെയിൽഡ് വേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? e/a വരും. ഇത് വെച്ചിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇത് ഓർത്ത് വയ്ക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലെ ടൈപ്സ് ഓഫ് സിഗ്നൽസ് ഇത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത നമ്മളുടെ സിഗ്നലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ദാറ്റ് ഇറ്റ് ഈസ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ അല്ലെ. അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ നമുക്കറിയാം എന്താണെന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഒരു സിഗ്നൽ ഞാൻ പറയാണ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് അനലോഗ് സിഗ്നൽ ആണെങ്കിൽ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദിസ് അനലോഗ് സിഗ്നൽ ഹാവിംഗ് ദ സിഗ്നൽ ഈസ് ടേക്കിംഗ് ഓൾ ദ പോസിബിൾ വാല്യൂസ് അല്ലെ ഇൻ ഇറ്റ്സ് ടോട്ടൽ ഡൈനാമിക് റേഞ്ച്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പം നോക്കിയാൽ ഏതൊരു ഇൻസ്റ്റന്റിലും ഇപ്പം -5 to +5 എന്നുള്ള ഈ ഒരു ഡ്യൂറേഷൻ ആണെങ്കിൽ ഏതൊരു ഇൻസ്റ്റന്റിലാണെങ്കിലും ഇപ്പൊ സിഗ്നൽ ഈസ് ടേക്കിംഗ് ദ പോസിബിൾ വാല്യൂസ് അല്ലെ. ഓരോ ഇൻസ്റ്റന്റിലും ആ സിഗ്നൽ വാല്യൂ ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് പറയും? അനലോഗ് സിഗ്നൽ എന്ന് പറയും. ഡിജിറ്റൽ സിഗ്നൽ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഹാവിംഗ് ഓൺലി 2 വാല്യൂസ് അല്ലെ, ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ്. ആംപ്ലിറ്റ്യൂഡ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അതാണ് ഡിജിറ്റൽ സിഗ്നലും അനലോഗ് സിഗ്നലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള വരുന്നില്ല. സിസ്റ്റം വരുമ്പോഴത്തേക്ക് മാത്രമേ അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽ ആണ് കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽ ആണ്. അപ്പൊ നോക്കിയാൽ നമുക്കൊരു 5 സിഗ്നൽ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. നമ്മൾ ബേസിക് സിഗ്നലിന്റെ പാർട്ട് നമ്പർ 1ലും 2ലും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതെന്തായിരിക്കും? യു ഓഫ് ടി. നമുക്കറിയാം സിഗ്നലിന്റെ വാല്യൂ യു ഓഫ് ടി ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് മാത്രമേ ആ സിഗ്നലിന് വാല്യൂ ഉള്ളൂ. യു ഓഫ് ടി -2 എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ സൈൻ t-π, യു ഓഫ് ടി -π എന്തായിരിക്കും? യു ഓഫ് ടി +2 ആണ് നമ്മളിവിടെ റെപ്രസെന്റ് വെച്ചിരിക്കുന്നത്. ഇത് യു ഓഫ് -t ആണ്. 5 സിഗ്നൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളിതിനകത്ത് ഏതൊക്കെയാണ് കോസൽ സിഗ്നൽ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്തായിരിക്കും നമ്മളുടെ നോൺ കോസൽ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ കോസൽ സിഗ്നൽ നമുക്ക് ഡെഫിനിഷൻ പറയാൻ പറ്റുന്നതായിരിക്കും. സിഗ്നൽ നമ്പർ 1 കോസൽ ആണ്, സിഗ്നൽ നമ്പർ 2 കോസൽ ആണ്, സിഗ്നൽ നമ്പർ 3 കോസൽ ആണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ദാറ്റ് മീൻസ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ t ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സിഗ്നൽ ഈസ് കോസൽ. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും that the signal exists only in the right hand side. റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിഗ്നൽ ഈസ് കോസൽ എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് സിഗ്നൽ എക്സിസ്റ്റ് ഓൺലി ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. അവിടത്തേക്ക് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? ഇത് റൈറ്റ് സൈഡിലാണ്,
ഈ സിഗ്നൽ റൈറ്റ് സൈഡിലാണ്, ഈ എന്തായിരിക്കും തേർഡ് സിഗ്നൽ എന്തായിരിക്കും റൈറ്റ് സൈഡിലാണ്. therefore these three signals are causal signal നമുക്ക് പറയാൻ പറ്റും. ഫോർത്ത് സിഗ്നൽ നോക്കിയേ, എന്തായിരിക്കും ലെഫ്റ്റ് സൈഡിലുണ്ട് അല്ലേ. therefore it is non causal and fifth one is also in the left side, therefore it is non causal എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, if x of t is equal to 0 for t less than 0 then signal is causal. Okay, that is x of t is equal to 0 for t less than 0. that means t നെഗറ്റീവ് അല്ലെങ്കിൽ t less than 0 ആണെങ്കിൽ, ലെസ് ദാൻ 0 ആവുന്ന ടൈമിൽ സിഗ്നലിന്റെ വില 0 ആണെങ്കിൽ സിഗ്നൽ ഈസ് നമുക്ക് പറയാൻ പറ്റും കോസൽ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ നോൺ കോസൽ. അല്ലെങ്കിൽ ഓർക്കുക എന്തായിരിക്കും, ഇത് സിഗ്നൽ എക്സിസ്റ്റ് ഓൺലി ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ്, സിഗ്നൽ ഈസ് കോസൽ. റൈറ്റ് ഹാൻഡ് സൈഡ് സിഗ്നൽസ് എല്ലാം എന്തായിരിക്കും കോസൽ സിഗ്നൽസ് ആണ് ഓർത്ത് വയ്ക്കുക. സോ ഇതാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോസൽ ആൻഡ് നോൺ കോസൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് സിഗ്നൽസ് ആണ്. ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് സിഗ്നൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, എക്സ് ഓഫ് ടിയുടെ വാല്യൂ മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി ലെസ് ദാൻ ഇൻഫിനിറ്റി, അതിനാണെങ്കിൽ നമുക്ക് എന്ന് പറയാൻ പറ്റും the signal is bounded എന്ന് പറയാൻ പറ്റും. that means that signal is having a finite value. for example x of t നമ്മൾ പറയാണ് x of t is equal to u of t. നോക്കിയേ, അതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, x of t is equal to a into u of t ആണ്. a എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും 1 ആണ് അല്ലെ. that means സ്റ്റെപ്പ് സിഗ്നൽ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, x of t is equal to u of t. that means this signal is having a constant value, therefore this is called എന്തായിരിക്കും, it is less than infinity, therefore it is നമുക്ക് പറയാൻ പറ്റും it is a bounded signal എന്ന് പറയാൻ പറ്റും. therefore x of t is equal to u of t എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ബൗണ്ടഡ് സിഗ്നൽ ആണ്. x of t is equal to r of t ആണ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക, ഇതൊരു കണ്ടിന്യൂസ് റാമ്പ് സിഗ്നൽ ആണ് അല്ലെ. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് സിഗ്നൽ ആണ്, അതിനെന്തില്ല, it is not finite, that means its amplitude is infinity അല്ലെ. therefore at t is equal to infinity, ഇവിടെ നോക്കിയേ, ഇവിടെ പറയുമ്പോഴത്തേക്ക് എന്താ, t is equal to infinity ആവുന്ന സമയത്തും നമ്മൾ എന്തായിരിക്കും, നമ്മുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇവിടെ പറയുമ്പോഴത്തേക്ക് എന്താ, t is equal to infinity, the value of the signal also എന്തായിരിക്കും infinity, therefore the signal is unbounded signal. so അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് സിഗ്നൽ. കണ്ടീഷൻ എന്താ, the signal value should be less than infinity. ഇൻഫിനിറ്റി നമ്മുടെ ടൈം ഇൻഫിനിറ്റിയിൽ എത്ര ടൈം എക്സ് ഓഫ് ടി is equal to u of t എന്ന് പറഞ്ഞ സിഗ്നൽ ആണെങ്കിൽ എത്ര ടൈം പോയാലും ശരി ആ സിഗ്നലിന്റെ വാല്യൂ കോൺസ്റ്റന്റ് 1 തന്നെ നിൽക്കും. therefore it is a bounded signal. x of t is equal to r of t അല്ലെങ്കിൽ കണ്ടിന്യൂസ് റൈറ്റിംഗ് സിഗ്നൽ എന്ന് പറയും, റൈസിംഗ് സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പ്രത്യേകത, when t tends to infinity വാല്യൂ എവിടെ ആയിരിക്കും, വാല്യൂ is also infinity, therefore it is an unbounded signal നമുക്ക് പറയാൻ പറ്റും. so it is also one of the classification in signals. okay, so next നമ്മൾ പഠിക്കാൻ പോകുന്നത് right side, left side and two-sided signal. so അടുത്ത ക്ലാസിഫിക്കേഷൻ റൈറ്റ് സൈഡഡ്, ലെഫ്റ്റ് സൈഡഡ് ആൻഡ് two-sided സിഗ്നൽ. അതെങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കിയേ, റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സിഗ്നൽ അല്ലേ. ദാറ്റ് മീൻസ് എന്തായിരിക്കും, സിഗ്നൽ ഈസ് ടുവേർഡ്സ് റൈറ്റ്, എന്തായിരിക്കും റൈറ്റ് സൈഡ് സിഗ്നൽ. എന്തായിരിക്കും t-2 റൈറ്റ് സൈഡഡ്, എന്തായിരിക്കും t+2 ഒറിജിനേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് ആണെങ്കിലും ലെഫ്റ്റ് സൈഡിൽ ആണെങ്കിലും സിഗ്നൽ ഈസ് എന്തായിരിക്കും, അതിന്റെ വാല്യൂസ് എങ്ങനെ, t is equal to എന്തായിരിക്കും പോസിറ്റീവ് വാല്യൂസ് ആണ്, therefore it is റൈറ്റ് സൈഡഡ് അല്ലെ. ഇവിടെ പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ്, ദിസ് ഈസ് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. ഇറ്റ് ഈസ് ആൾസോ ഒറിജിനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ആണെങ്കിലും പിന്നെന്താ ടൈം എങ്ങനെ ആയിരിക്കും, ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, therefore it is ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. DC സിഗ്നൽ ആകുമ്പോഴത്തേക്ക് എന്താ, ഇറ്റ് ഈസ് two-sided സിഗ്നൽ. ഇറ്റ് ഈസ് ആൾസോ ബോത്ത് ഹാവിംഗ് വാല്യൂസ് ഇൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇറ്റ് ഈസ് two-sided സിഗ്നൽ. സോ ഇതാണ് നമ്മളുടെ സിഗ്നൽസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു. അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും, എനർജി സിഗ്നൽ, പവർ സിഗ്നൽ, ദെൻ ഈവൻ ആൻഡ് ഓൾഡ് സിഗ്നൽ. വെരി ഇമ്പോർട്ടന്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മസ്റ്റ് ആയിട്ട് അതിനകത്ത് കിട്ടണം. സോ അതുകൊണ്ട് അത് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എനർജി സിഗ്നൽ ഇമ്പോർട്ടന്റ് ആണ്, പവർ സിഗ്നൽ ഇമ്പോർട്ടന്റ് ആണ്, ദെൻ പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽ, ദാറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടന്റ്. തന്നിരിക്കുന്ന സിഗ്നൽ പീരീഡ് ആണോ അല്ലയോ എന്ന് ചോദിക്കും, അതിന്റെ ടൈം പീരീഡ് ചോദിക്കും, അതിന്റെ എന്തായിരിക്കും ഫ്രീക്വൻസി ചോദിക്കും. സോ ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക, അതിന്റെ ആ സ്റ്റെപ്സ് നോക്കുക. ഡിസ്ക്രീറ്റ് ടൈമിൽ കണ്ടിന്യൂസ് ടൈമിൽ എങ്ങനെയാണ് നമ്മൾ പീരിയോഡിസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളൊരു സ്റ്റെപ്സ് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത് നമ്മൾ പോവാണ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിസ്റ്റത്തിനകത്ത് നിന്നും പ്രോബ്ലംസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ തവണത്തെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 2014-8 ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസൽ ആണോ നോൺ കോസൽ ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നമ്മൾ പോകുന്നത് സിസ്റ്റത്തിലേക്കാണ്. ഓക്കെ, സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനെ എന്താണ് ചെയ്യുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം. ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയാണ്, y of t is equal to 2 into x of t.
എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. 2 × x of t. x of t ഈ സിഗ്നലിന്റെ അത് ലീനിയർ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ലീനിയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നമ്മളെ സിഗ്നൽ എക്സ് ഓഫ് ടി ആണ് അല്ലെ. ഈ എക്സ് ഓഫ് ടിയെ നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ എന്താ വേണ്ടുള്ളത്? ആ സിസ്റ്റം എന്ത് ചെയ്യുന്നത്? സിസ്റ്റം 2 എന്ന് പറയുന്ന ഒരു സ്കെയിലാറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നുണ്ട് അല്ലെ. അപ്പൊ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നലിനെ നമ്മൾ ഈ സിസ്റ്റത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ 2 എന്ന് പറയുന്ന ഒരു സ്കെയിലാറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരും. ദാറ്റ് മീൻസ് ദ സിസ്റ്റം ഈസ് ഡൂയിങ് നത്തിങ്, ഇറ്റ് ഈസ് ജസ്റ്റ് ഓൺലി മൾട്ടിപ്ലൈയിങ് എ കോൺസ്റ്റന്റ് വിത്ത് മൈ സിഗ്നൽ. സോ അതാണ് ഈ സിസ്റ്റം ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മൾ ഈ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഐഡന്റിഫൈ വാട്ട് ദ സിസ്റ്റം ഈസ് ഡൂയിങ്. ആ സിസ്റ്റം എന്താണ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന സിഗ്നലിന് അതിന് എന്താണ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കാണ് നമ്മൾ കൺക്ലൂഷൻസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, when we are giving an input to a system, identify what the system is doing with that input. ചിലപ്പം ഫോർ എക്സാമ്പിൾ ഈ സിസ്റ്റം y of t is equal to 2 × x of t എന്ന് പറയുന്ന സിസ്റ്റം ആണ്. ചിലപ്പം ഞാൻ കൊടുക്കുന്നത് സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 + 3 അല്ലെങ്കിൽ 2 + y × x of t എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? When I am giving an input to a system, that system ഇതായിരിക്കും 2 + y എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലൈ ചെയ്ത് വരാം, ഡിവൈഡ് ചെയ്ത് വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. ദാറ്റ് മീൻസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഐഡന്റിഫൈ വാട്ട് ദ സിസ്റ്റം ഈസ് ഡൂയിങ്. ഫോർ എക്സാമ്പിൾ y of t is equal to 2 × x of t ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? x of t ആണ് എന്റെ സിഗ്നൽ. ആ സിഗ്നൽ ഞാൻ ഒരു സിസ്റ്റത്തിൽ കൂടെ കടത്തി വിടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ സിസ്റ്റം എന്ത് ചെയ്യുന്നത്? വാട്ട് ദ സിസ്റ്റം ഈസ് ഡൂയിങ്? ഇറ്റ് ഈസ് ജസ്റ്റ് സിംപ്ലി മൾട്ടിപ്ലൈയിങ് മൈ സിഗ്നൽ വിത്ത് എ കോൺസ്റ്റന്റ് 2. അത് മാത്രം ഓർത്ത് വയ്ക്കുക. സോ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനുള്ളത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആദ്യമേ ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റം എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ആണ് ഐ ആം ഗിവിംഗ് ടു എ സിസ്റ്റം. എക്സ് ഓഫ് ടി ഐ ആം ഗിവിംഗ് ടു എ സിസ്റ്റം. And as a result, I am getting y of t as the output. Okay. അപ്പൊ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നലിനെ ഈ ഒരു സിസ്റ്റത്തിൽ കൊടുത്തപ്പോൾ എനിക്ക് y of t എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് ലീനിയർ ആണെങ്കിൽ എന്തായിരിക്കണം? ഇത് ലീനിയർ, ഒരു സിസ്റ്റം ലീനിയർ ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. ദാറ്റ് സിസ്റ്റം ഷുഡ് ഒബേ സ്കെയിലിംഗ് പ്രോപ്പർട്ടി ഓർ ഹോമോജനിറ്റി പ്രോപ്പർട്ടി, അല്ലെങ്കിൽ എന്താ സൂപ്പർ പൊസിഷൻ പ്രോപ്പർട്ടി ഓർ അഡിറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ എന്താ? A system is said to be linear, that it should obey for a system to be linear, it should obey first property scaling property or homogeneity property. It should obey scaling property or homogeneity property. Second, superposition principle or additive property. Superposition principle or additive property. So ഇത് രണ്ടും ഒബേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? സിസ്റ്റം ഈസ് ലീനിയർ. That means if a system obeys scaling property അല്ലെങ്കിൽ homogeneity അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും or the system obeys superposition principle, ഈ രണ്ട് പ്രോപ്പർട്ടിയും ഒബേ ചെയ്യുവാണെങ്കിൽ ആ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ്സ് നത്തിങ് ബട്ട് എ ലീനിയർ സിസ്റ്റം നമുക്ക് പറയാൻ പറ്റും. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കാം, സ്കെയിലിംഗ് പ്രോപ്പർട്ടി. ഇത് എങ്ങനെ ഒബേ ചെയ്യുന്ന നോക്കാം. therefore ഫസ്റ്റ് പ്രോപ്പർട്ടി സ്കെയിലിംഗ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. എക്സ് ഓഫ് ടി ഒരു സിസ്റ്റത്തിൽ കൊടുക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട് ആസ് ദ y of t. അടുത്തതായിരിക്കും സ്കെയിലിംഗ് പ്രോപ്പർട്ടി. ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? എ സ്കെയിലാർ, എ എന്ന് പറയുന്ന ഒരു സ്കെയിലാറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ദ സിസ്റ്റം ഈസ് ഡൂയിങ്? എ എന്ന് പറയുന്ന സ്കെയിലാർ എന്ത് ചെയ്യും? ഔട്ട്പുട്ടിൽ വരും അല്ലെ, a × y of t അല്ലെ. a × x of t is equal to a × y of t. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി നമുക്ക് എന്ത് പറയാൻ പറ്റും? സൂപ്പർ പൊസിഷൻ. എങ്ങനെയാണ്? ഓർ അഡിറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? therefore x1 of t നമ്മളുടെ സിസ്റ്റത്തിൽ കൊടുക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട് ആസ് y1 of t. x2 of t നമ്മളുടെ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് ഔട്ട്പുട്ട് ആസ് y2 of t. then what is x3 of t? x3 of t is equal to nothing but എന്തായിരിക്കും? x1 of t plus x2 of t. when I am giving the എന്തായിരിക്കും? addition അല്ലെ. ഈ രണ്ട് സിസ്റ്റലിനെ ആഡ് ചെയ്ത x3 of t I am giving to a system. അതാകുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഇഫ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് y3 of t ആണെങ്കിൽ
this y3 of t is equal to എന്തായിരിക്കും y1 of t plus y2 of t. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ ദാറ്റ് മീൻസ് a into x of t is equal to a into y of t, ഈ രണ്ട് കണ്ടീഷൻസ് ഒബേ ആവുകയാണെങ്കിൽ നമുക്ക് ഇത് പറയാൻ പറ്റും കണ്ടീഷൻ നമ്പർ 1 and this is condition number 2. if these two conditions are obeyed then the system is said to be linear നമുക്ക് പറയാൻ പറ്റും, linear system, else non-linear, else non-linear. സോ ഇത് ഓർത്ത് വയ്ക്കുക. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ അപ്രോച്ച് നമുക്ക് നോക്കാം. For example, y of t is equal to 2 into x of t. Verify linear or not. Verify linear or not. Linear or non-linear. അപ്പൊ നോക്കുക എന്താണ് എന്റെ സിസ്റ്റം ചെയ്യുന്നത്. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ഞാൻ എന്റെ സിസ്റ്റത്തിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് ഗിവിംഗ് ദ സിഗ്നൽ എക്സ് ഓഫ് ടി. only the difference is that it is multiplying with by a factor 2 into x of t അല്ലേ. that means ഇപ്പൊ നോക്കിയേ ഇതാണ് എന്റെ സിസ്റ്റം ചെയ്യുന്നത്. that means what my system is doing ഇതായിരിക്കും എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിനെ എന്ത് ചെയ്യുന്നുണ്ട് 2 എന്ന് പറയുന്ന ഒരു സ്കെയിലാർ കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. എന്തായിരിക്കും ഫസ്റ്റ് സ്കെയിലിംഗ് പ്രോപ്പർട്ടി നോക്കാം. a into x of t ചെയ്ത് നോക്കിയേ എന്തായിരിക്കും വരിക. സിസ്റ്റത്തിൽ കൊടുക്കുമ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്, ഈ സിഗ്നലിനെ ഈ സിസ്റ്റത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്. what the system will do, it is just only multiplying എന്തായിരിക്കും 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും അല്ലെ. a into x of t, that is 2 into a into x of t, that is equal to നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, that is equal to a into 2 into x of t നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, a into y of t, that is equal to a into x of t is equal to a into y of t. so it is obeying the scalar property, scaling property obey ചെയ്യുന്നുണ്ട്. therefore ഫസ്റ്റ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ എന്താ, x1 of t. അടുത്തെന്താ സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ അഡിറ്റീവ് പ്രോപ്പർട്ടി നോക്കാൻ വേണ്ടി എന്താ x1 of t ഞാൻ എന്റെ സിസ്റ്റത്തിൽ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് സിസ്റ്റം വാട്ട് ദ സിസ്റ്റം ഈസ് ഡൂയിങ്, ഇറ്റ് ഈസ് ജസ്റ്റ് ഓൺലി മൾട്ടിപ്ലൈയിങ് വിത്ത് എ സ്കെയിലാർ ക്വാണ്ടിറ്റി 2 into x1 of t, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും y1 of t അല്ലേ. then x2 of t എന്താ ചെയ്യുന്നത്, when I am giving this x2 of t to system, it is doing nothing, just only multiplying with 2 and then give a signal back, that is equal to y2 of t. then what is x3 of t, x3 of t is equal to x1 of t plus x2 of t. okay, I am just giving x3 of t ഞാൻ എന്ത് ചെയ്യാണ്, രണ്ട് സിഗ്നലിന്റെ സമ്മേഷൻ x1 of t യുടെയും x2 of t യുടെയും സമ്മേഷൻ ആണ് x3 of t എന്ന് പറയുന്നത്. ഈ x3 of t ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, സിഗ്നലിനെ ഞാൻ കൊടുക്കാം സിസ്റ്റത്തിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഐ ആം ഗോയിങ് ടു അപ്ലൈ ദ സിസ്റ്റം. എന്തായിരിക്കും സംഭവിക്കുക, ഇറ്റ് ഈസ് ഡൂയിങ് നത്തിങ്, ജസ്റ്റ് ഓൺലി മൾട്ടിപ്ലൈയിങ് ദിസ് x3 of t with a constant 2 അല്ലെ. x3 of t that is equal to 2 into what is x3 of t, x1 of t അല്ലെ, x1 of t plus x2 of t, that is equal to 2 into x1 of t plus 2 into x2 of t, that is equal to what is 2 into x1 of t, y1 of t plus എന്തായിരിക്കും y2 of t. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും, that is equal to that is equal to y1 of t plus y2 of t. therefore it is obeying the what, is obeying the superposition or additive property. therefore it is obeying the superposition or additive property. therefore the system is linear. so മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, so what we have to do, identify what the system is doing. അതേ കണക്ക് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ കോംപ്ലിക്കേറ്റ് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പാർട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഫോർ എക്സാമ്പിൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, y of t is equal to, next question, y of t is equal to 2 into x of t plus 3. എപ്പോഴും ഓർത്ത് വെക്കുക, ഈ പ്ലസ് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി എപ്പോഴൊക്കെ വരികയാണെങ്കിൽ, പ്ലസ് ഓർ മൈനസ് ഒക്കെ വരികയാണെങ്കിൽ ഓർത്ത് വെക്കുക, ചെക്ക് ഫോർ ലീനിയാരിറ്റി ഓൺ നോൺ ലീനിയർ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ചെക്ക് ലീനിയർ ഓൺ നോൺ ലീനിയർ, ചെക്ക് വെദർ സിസ്റ്റം ഈസ് ലീനിയർ ഓർ നോൺ ലീനിയർ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുവാണെങ്കിൽ ഓർത്ത് വെക്കുക, ഈ +3 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ആൻ ഇനിഷ്യൽ കണ്ടീഷൻ.
ഈ ഇനിഷ്യൽ ഇനിഷ്യൽ വാല്യൂ ഈ +3 it is nothing but a initial value. Therefore y of t is equal to 2 into x of t plus 3. അപ്പൊ ഇനിഷ്യൽ വാല്യൂസ് ഉള്ള കോൺസ്റ്റന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ട്രേറ്റ് ആയിട്ട് എഴുതുക സിസ്റ്റം ഈസ് നോൺ ലീനിയർ. അപ്പൊ ഇനിഷ്യൽ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സിസ്റ്റം നോൺ ലീനിയർ ആണ് ഓർത്ത് വെക്കുക. അപ്പം നമുക്ക് ആ സമയം നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇനി നമ്മളെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് ചെയ്ത് നോക്കാം, നമ്മളെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട്. therefore x of t എന്ന് പറയുന്നത് സിഗ്നലിനെ ഞാൻ എന്റെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ വാട്ട് ദ സിസ്റ്റം ഈസ് ഡൂയിങ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈയിങ് ദ എക്സ് സിഗ്നൽ വിത്ത് എ കോൺസ്റ്റന്റ് 2 ആൻഡ് ഇറ്റ് ഈസ് ആഡിങ് വിത്ത് another constant 3. അപ്പൊ എന്ത് ചെയ്യും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into x of t plus 3 ആണ് ചെയ്യുന്നത് അല്ലെ. ഇനി എന്തായിരിക്കും a into x of t ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക, ഇറ്റ് ഈസ് എന്തായിരിക്കും സംഭവിക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു x of t എന്ത് ചെയ്യും, x of t എന്ത് ചെയ്യുന്നുണ്ട്, a എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉണ്ട് മൾട്ടിപ്ലൈ, therefore 2a into x of t plus 3 അല്ലെ. x of t ആണ് a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ എന്തായിരിക്കും 2a into x of t plus 3 ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു y of t അല്ലെ. y of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 2 into y of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും a into x of t 2a x of t plus 3 this is not equal to a into y of t അല്ലെ. കാര്യം എന്താ, എന്റെ സിസ്റ്റം എന്ത് ചെയ്യുന്നത്, when I am going to add multiply with a scalar, what it will do, x of t മാത്രം സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 3 അവിടെ കിടക്കും. a into y of t വരണമെങ്കിൽ എന്ത് വേണം, 2a into x of t plus 3a എന്ന് വരണം. ആണോ, നമുക്ക് അങ്ങനെയല്ല കിട്ടിയിരിക്കുന്നത്. സിസ്റ്റം എന്താ ചെയ്യുന്നത്, it is just only multiplying the scalar with x of t and then adding with a constant. Therefore നമുക്ക് a into x of t ചെയ്യുമ്പോഴത്തേക്ക് 2a into x of t plus 3 എന്നായിരിക്കും വരുന്നത്. that it is not equal to a into y of t. therefore the system is nothing but a non linear system. അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കുക, whenever the system is having എന്തായിരിക്കും initial values, it is a non linear system. ഓർത്ത് വയ്ക്കുക. okay, next question, y of t is equal to x square of t. check for linear or non linear. എങ്ങനെയാണ് നമ്മളെന്താ പഠിക്കുന്നത്, എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ എന്റെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് സ്ക്വയറിംഗ് ദാറ്റ് സിഗ്നൽ എക്സ് സ്ക്വയർ ഓഫ് ടി അല്ലെ, അതാണ് ചെയ്യുന്നത്. ഇനി എന്തായിരിക്കും a into x of t സ്കെയിലർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ഇറ്റ് ഈസ് സിഗ്നൽ കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇറ്റ് ഈസ് സ്ക്വയറിംഗ് ദ സിഗ്നൽ. therefore a square into x square of t it is not equal to a into y of t. y of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, a into x square of t. ഇവിടെ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, a square into x square of t. therefore it is not equal to a into y of t. therefore the system is non linear. ഇതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ. therefore the system is non linear. ഓർത്ത് വെക്കുക. അടുത്തത് എന്താ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, y of t is equal to real part of x of t. check the system is linear or non linear. ആണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, റിയൽ പാർട്ട് എന്ന് കാണുമ്പോൾ നമുക്കറിയാം എക്സ് ഓഫ് ടി ഈസ് നത്തിങ് ബട്ട് എ കോംപ്ലക്സ് വാല്യൂഡ് സിഗ്നൽ. therefore എക്സ് ഓഫ് ടി ഈസ് എ കോംപ്ലക്സ് വാല്യൂഡ് സിഗ്നൽ ആണ്. കാര്യം എന്താ, റിയൽ പാർട്ട് എന്ന് എടുത്ത് പറയുന്നുണ്ടല്ലേ, കോംപ്ലക്സ് വാല്യൂഡ് സിഗ്നൽ. എക്സ് ഓഫ് ടി ഈസ് എ കോംപ്ലക്സ് വാല്യൂഡ് സിഗ്നൽ. therefore ഞാൻ പറയാണ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു പി ഓഫ് ടി പ്ലസ് ജെ ഇൻറ്റു ക്യൂ ഓഫ് ടി. ഞാൻ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ്, പി ഓഫ് ടി പ്ലസ് ജെ ഇൻറ്റു ക്യൂ ഓഫ് ടി. therefore y of t is equal to ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, റിയൽ പാർട്ട് ഓഫ് എക്സ് ഓഫ് ടി അല്ലെ, റിയൽ പാർട്ട് ഓഫ് എക്സ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, റിയൽ പാർട്ട് ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോഴത്തേക്ക് പി ഓഫ് ടി പ്ലസ് ജെ ഇൻറ്റു ക്യൂ ഓഫ് ടി. therefore y of t is equal to എന്ത് കിട്ടും, y of t is equal nothing but p of t എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1 നമ്മളുടെ p of t എന്ന് കിട്ടി. നമുക്ക് വേണ്ടുള്ളത് സിസ്റ്റം ലീനിയർ ആണോ അല്ലയോ എന്ന് നോക്കാൻ പോവുകയാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, a into x of t അല്ലെ, സ്കെയിലാർ പ്രോപ്പർട്ടി നോക്കുകയാണ്. a into x of t എന്തായിരിക്കും, നത്തിങ് ബട്ട് സിസ്റ്റം എന്താ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ദ റിയൽ പാർട്ട് ഓഫ് എന്തായിരിക്കും a into x of t. റിയൽ പാർട്ട് ഓഫ് a into x of t. ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിങ് കോംപ്ലക്സ് ആയതുകൊണ്ട് ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിങ് a is equal to j. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, j into x of t സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, is equal to റിയൽ പാർട്ട് ഓഫ് എക്ക് പകരം എന്താണ് j into x of t. that is equal to റിയൽ പാർട്ട് ഓഫ് j into x of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, p of t plus j q of t. p of t plus j into q of t. that is equal to റിയൽ പാർട്ട് ഓഫ് j into p of t minus j square minus 1 minus q of t എന്ന് വരും. therefore
ജെ ഇൻറ്റു എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടുത്തെ റിയൽ പാർട്ട് എന്തായി? റിയൽ പാർട്ട് വരുമ്പോഴത്തേക്ക് എന്താ? മൈനസ് ക്യൂ ഓഫ് ടി അല്ലെ? ദാറ്റ് ഈസ് ജെ ഇൻറ്റു എക്സ് ഓഫ് ടി, that is j into x of t, it is not equal to എന്തായിരിക്കും? j into x of t, it is not equal to j into x of t is equal to minus q of t, it is not equal to y of t അല്ലെ? therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore the system is non linear. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് a into x of t ആണ്. a into x of t is equal to minus, നമുക്ക് കിട്ടിയിരിക്കുന്നത് a ക്ക് പകരം j കൊടുത്തപ്പോൾ മൈനസ് q of t നമുക്ക് കിട്ടി. അതെന്തല്ല? അത് നമ്മളുടെ a into y of t ക്ക് ആയിട്ട് എന്തല്ല? മാച്ച് അല്ല. കാര്യം എന്താ? a into y of t ആണെങ്കിൽ j into y of t ആണെങ്കിൽ j into p of t വരണം. പക്ഷെ നമുക്ക് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? മൈനസ് q of t ആ വന്നിരിക്കുന്നത്. therefore it is not equal, therefore system is non linear. അത് ഓർത്ത് വയ്ക്കുക. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. system is non linear. Next, y of t is equal to e raised to xt, e raised to x of t. അടുത്ത question, second question, y of t is equal to log x of t. Third question, y of t is equal to t into x of t. Fourth question, y of t is equal to x of at. Fifth question, y of t is equal to x of minus t. Sixth question, y of t is equal to integral from minus infinity to t x of tau d tau. Seventh question, y of t is equal to integral from minus 10 to 10 x of tau d tau. Eighth question, y of t is equal to sin t into x of t, sin t into x of t. Ninth question, y of t is equal to x of t square. 10th question, y of t is equal to imaginary part of x of t. Then 11th question, y of t is equal to odd part of x of t. Check the system is linear or non-linear. കഴിഞ്ഞ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്ത് നോക്കുക, ടൈം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. ഏതെങ്കിലും ഒന്നും നമുക്ക് എക്സാമിന് കിട്ടും. ഓർത്ത് വെക്കുക, കഴിഞ്ഞ എയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എക്സ് ഓഫ് ടി സ്ക്വയർ ആയിരുന്നു. അതിന് മുന്നുള്ള കേരള PSC എക്സാംസിനകത്ത് ഈ ഒരു 11 എണ്ണത്തിനകത്തുള്ളത് റിപ്പീറ്റ് ചെയ്താണ് ചോദിച്ചിട്ടുള്ളത്. അതിനകത്ത് ഞാൻ സെലക്ട് ചെയ്തെടുത്തതാണ്. നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, y of t is equal to e raised to x of t. സിസ്റ്റം ഈസ് നോൺ ലീനിയർ. ലോഗ് വരുന്നതെല്ലാം നോൺ ലീനിയർ ആണ്. t into x of t, it is linear. x of at linear. x of minus t linear. Minus infinity to t x of d tau ഇതായിരിക്കും, it is linear. x of tau minus 10 to 10 x of tau linear. sin t linear. x of t square linear. Imaginary part it is non-linear and ഇതായിരിക്കും odd part it is linear. So ഈ ഒരു പാർട്ട് ഓർത്ത് വെക്കുക. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ട് നോൺ ലീനിയർ എന്നുള്ള ഒരു പാർട്ട് മാത്രം ഓർത്ത് e raised to x of t, log x of t, പിന്നെ എന്തായിരിക്കും ഇമാജിനറി പാർട്ട് ഓഫ് x of t. ബാക്കിയെല്ലാം ലീനിയർ ആണ്. കാര്യം ഇത് ഒരുപാട് തവണ ഇറ്റ് ഇസ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇൻ ഓൾ ഗേറ്റ് എക്സാം ആൾസോ ആൻഡ് ആൾസോ ഇൻ KPSC എക്സാം ആൾസോ. നിങ്ങൾ നോക്കിയാൽ മതി, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്തുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ടൈം എയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ കോസൽ എന്ന് പറഞ്ഞാൽ, എ സിസ്റ്റം ഈസ് സെഡ് ടു ബി കോസൽ ഇഫ് ഇറ്റ്സ് റെസ്പോൺസ് ഡിപെൻഡ്സ് ഓൺ പ്രസന്റ് ആൻഡ് പാസ്റ്റ് വാല്യൂസ്. കോസൽ ആണെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കണം? എ സിസ്റ്റം ഈസ് സെഡ് ടു ബി കോസൽ ഇഫ് ദിസ് റെസ്പോൺസ് ഡിപെൻഡ്സ് ഓൺ, അല്ലെ,
That means response depends on causal ആണെങ്കിൽ causal system ആണെങ്കിൽ its response depends on ആരൊക്കെയാണ് present and past values. Present and past values. Present and past values of input നമുക്ക് പറയാൻ പറ്റും. അടുത്ത നമുക്ക് പറയാൻ പറ്റും this causal system are possible systems. കാര്യം എന്തായിരിക്കും present value നമുക്കറിയാം, past values നമുക്കറിയാം. Therefore we can say that the system are possible systems. Possible systems. അടുത്ത നമ്മൾ നോൺ കോസൽ സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് റെസ്പോൺസ് ഡിപ്പെൻഡ്സ് ഓൺ എന്തായിരിക്കും ഇറ്റ്സ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ പ്രസന്റ് വാല്യൂ, പിന്നെന്താ പാസ്റ്റ് വാല്യൂ ആൻഡ് ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ കോസൽ എന്ന് പറഞ്ഞാൽ പ്രസന്റും പാസ്റ്റും മാത്രമേ ഉള്ളൂ. ഫ്യൂച്ചറോടെ കയറി വരുമ്പോഴത്തേക്കാണ് നമ്മൾ നോൺ കോസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ ഡിസൈൻ നോൺ കോസൽ സിസ്റ്റം ഡിസൈൻ ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇത് നമുക്ക് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിസ്റ്റം ആണെങ്കിൽ അതിന് ഞാൻ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ ഐ ആം ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട് ആസ് വൈ ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ വൈ ഓഫ് ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് അല്ലെങ്കിൽ വൈ ഓഫ് ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്തായിരിക്കും x of t minus t naught. That means the value of the signal at time t, it depends upon the value at time t and time t naught. That means t minus t naught. That means present value and past value. If not, the system is non-causal. So ഇതാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, the system is causal. For example, y of t is equal to 2 into x of t. Y of t is equal to 2 into x of t. So check the the system is causal or non-causal. Naan chodiyam. I am putting t is equal to 1. That is y of 1 is equal to 2 into x of 1. That means the output of the signal at the time t is equal to 1 depends upon the input of the signal at t is equal to 1. That means that is present values. I am putting t is equal to 2. Therefore y of t is equal to 2 into x of t. What it mean? That means the output of the signal at t is equal to 2 is depends upon the input of the signal at time t is equal to 2 നമുക്ക് പറയാൻ പറ്റും അല്ലേ. t is equal to -1. Therefore y of -1 is equal to എന്തായിരിക്കും 2 into x of -1. That means -1 എന്ന് പറയുന്ന ടൈമിലുള്ള ഔട്ട്പുട്ടിനെ ഡിപെൻഡ് ചെയ്യുന്നതായിരിക്കും -1 എന്ന് പറയുന്ന ടൈമിലുള്ള ഇൻപുട്ടിനെ ഡിപെൻഡ് ചെയ്തിരിക്കും. Therefore എന്തായിരിക്കും it calculates the present value അല്ലേ, present value ആണ്. Therefore the system is, we can say the system is causal അല്ലേ. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, y of t is equal to x of minus t. അപ്പൊ നോക്കിയേ t is equal to 1 കൊടുക്കുക നോക്ക്. Therefore y of 1 is equal to x of -1. That means the output of the signal at time t is equal to 1 depends upon the input of the signal at time t is equal to -1. Therefore the output it depends upon the past values. Therefore system is past വന്നു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക എന്തായിരിക്കും, the system is പ്രസന്റും പാസ്റ്റും ആണെങ്കിൽ നമ്മൾ പഠിച്ചു എന്തായിരിക്കും കോസൽ എന്ന് പഠിച്ചു അല്ലെ. അങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ വരട്ടെ. മൈനസ് ടി ഒക്കെ വരുമ്പോഴത്തെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കുക. അതിന് മുന്നേ നമ്മൾ t is equal to 2 കൊടുക്കുകയാണ്. Therefore y of 2 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, therefore signal of the time at t is equal to output of the time at time t is equal to 2 depends upon the value of the signal at input time t is equal to -2 വരും അല്ലെ. I am putting t is equal to -1 for all values from -infinity to infinity ആണ്. അപ്പൊ t is equal to -1 കൊടുക്കുമ്പോഴത്തേക്ക് എന്താ, y of -1 is equal to x of -1 x of 2. That means എന്താ പറയുന്നേ, the value of the signal at time t is equal to -1 depends upon the future input. t is equal to 2 എന്ന് പറയുന്ന ടൈമിലുള്ള ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മുടെ y of -1 ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. Therefore എന്തായിരിക്കും, it depends upon the future. പാസ്റ്റും വന്നു ഫ്യൂച്ചറും വന്നു. Therefore conclude ചെയ്യുക, the system is non-causal. So that means the output of the system at the time depends upon the part time of the input. Presentum pastum ആണെങ്കിൽ we can conclude that it is causal. Future വന്നു കഴിഞ്ഞാൽ it is non-causal. That is the point I want to convey. Okay. Next നോക്കിയേ, sin y of t is equal to, അടുത്ത question, y of t is equal to sin t plus 2 into x of t. Sin t plus 2 into x of t. നമ്മൾ പറഞ്ഞു y of 1
കണ്ടുപിടിച്ച് നോക്കിയേ. y of 1 is equal to sin of 1 plus 2 into x of 1. അപ്പൊ നമ്മൾ വിചാരിക്കും sin of 3 into x of 1. ഇവിടെയും കൺസെപ്റ്റ് മനസ്സിലാക്കണം. The value of the signal, the response of the signal at time depends upon the input of the signal at that particular time. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് റെസ്പോൺസും ഇൻപുട്ടും മാത്രമാണ് നോക്കുന്നത്. sin 3 എന്ന് പറയുന്നതായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആണ്. ജസ്റ്റ് നെഗ്ലക്ട് ഇറ്റ്. മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്ത് ചെയ്യുക? നെഗ്ലക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് വി ആർ ലുക്കിംഗ് ദ റെസ്പോൺസും ഇൻപുട്ടും മാത്രമേ നോക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് വൈയും എക്സും മാത്രമേ നമ്മൾ നോക്കാവുള്ളൂ. sin 3 നോക്കുമ്പോഴത്തേക്ക് ഇവിടെ 1 വന്ന് 3 ഫ്യൂച്ചർ ആണ്. അപ്പൊ നമ്മൾ ചാടി കയറിയിട്ട് നമ്മൾ നോൺ കോസൽ എഴുതരുത്. കാര്യം എന്തായിരിക്കും? നമ്മൾ y of t യും x of t യും മാത്രമാണ് നമ്മൾ നോക്കേണ്ടുള്ളത്. ഓക്കെ, that means because the response of the system at a time t is equal to 1 depends upon the input at the time at t is equal to 1. That means it is nothing but എന്താണ്? present values. Therefore present വന്നതുകൊണ്ട് എന്തായിരിക്കും? it is a causal signal, sorry causal system അല്ലേ? next y of t is equal to, അടുത്ത question, y of t is equal to integral from minus infinity to t x of tau d tau. x of tau d tau എന്തായിരിക്കും? check for causality. check causal ആണോ നോൺ കോസൽ ആയിരിക്കും? therefore എന്തായിരിക്കും? minus infinity to t x of tau d tau. check for causal or non causal. t is equal to 1 കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? when t is equal to 1 y of 1 is equal to integral from minus infinity to 1 x of tau d tau. okay, that is equal to എങ്ങനെ വരും? therefore at a time t is equal to 1, therefore t 1 കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? present value അല്ലെ? t ഇവിടെ 1 ഇവിടെ 1, that means എന്തായിരിക്കും? present value. when y of 2 കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? therefore t is equal to 2 1 പിടിച്ച് നോക്ക്. therefore എന്തായിരിക്കും? that is minus infinity to 2 x of tau d tau. that means the output of the time, the output of the signal at the time t is equal to 2 depends upon the input of the time at t is equal to 2. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? the signal is depends upon the present value, therefore signal is a causal system. the signal is a causal system നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് നോക്കിയേ. y of t is equal to integral from minus 10 to 10 x of tau d tau. y of 1 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? y of 1 is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? minus 10 to 1 x of tau d tau plus integral from 1 to 10 x of tau d tau. minus 10 to 1, minus 10 past value, 1 present value, 1 10 future value, therefore ഇതായിരിക്കും non causal അല്ലേ? therefore system is non causal. y of t is equal to x into 2t. therefore y of 1 എന്തായിരിക്കും വരിക? y of 1 is equal to x of 2. what it is mean? that means the output of the signal at the time t is equal to 1 depends upon the input of the time at t is equal to 2. therefore എന്തായിരിക്കും? future. 1 എന്ന് പറയുന്ന സമയം 1 എന്ന് പറയുന്ന ഈ ടൈമിൽ ഔട്ട്പുട്ട്, 2 എന്ന് പറയുന്ന ടൈമിൽ ഇൻപുട്ട് ഡിപെൻഡ് ചെയ്തിരിക്കുമ്പോൾ എന്തായിരിക്കും? ഫ്യൂച്ചർ. therefore എന്തായിരിക്കും? the system is non causal അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. non causal. അടുത്തത് y of t is equal to x into root t. y of t is equal to x of root t where t greater than or equal to 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? therefore y of 1 is equal to x of 1 അല്ലെ? that is present value. y of 2 is equal to x of root 2, that is equal to x of 1.4414. that means the output of the time at t is equal to 2 depend upon the input at the time 1.414. അപ്പൊ എന്തായിരിക്കും? past value. y of 3 കൊണ്ട് വെച്ച് നോക്കിയേ. y of 3 is equal to x into root 3, that is equal to x into x of 1.73, that is equal to the output of the signal at the time t is equal to 3 depends upon the past input 1.73. therefore it is past. present past ആണ്. ഇപ്പൊ കോസൽ എഴുതാൻ തോന്നും, എഴുതരുത്. കാര്യം എന്താ? t is equal to 0.5 നോക്ക്. y of 0.5 എത്ര ആയിരിക്കും വരിക? t is equal to 0.5 എടുക്കുമ്പോഴത്തേക്ക് that is equal to x into root of 0.5. ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. therefore it is nothing but x of 0.707. that means the output of the signal at time t is equal to 0.5 depend upon the future time 0.7.
Therefore, it depends upon the future value. Therefore, the signal is non-causal. So, this question repeated concept manasilaakka, what is causal signal, what is non-causal signal. Endana causal signal? The output of the signal at a time t depends upon the present and past values. Present, past, and future values varuvaanengil system is non-causal. Okay. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റംസ്. സ്റ്റാറ്റിക് സിസ്റ്റംസ് മീൻസ് എന്തായിരിക്കും? റെസ്പോൺസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രസന്റ് വാല്യൂ, അല്ലെങ്കിൽ സിസ്റ്റംസ് ദാറ്റ് ഡസന്റ് ഹാവ് മെമ്മറി. അതിനാണ് നമ്മൾ സ്റ്റാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സ്റ്റാറ്റിക് സിസ്റ്റംസ് ആർ ദോസ് സിസ്റ്റംസ് ദാറ്റ് ഡസന്റ് ഹാവ് മെമ്മറി, അല്ലെങ്കിൽ നോ പ്രൊവിഷൻ ഫോർ മെമ്മറി. നോ പ്രൊവിഷൻ ഫോർ മെമ്മറി. മെമ്മറി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും? പ്രസന്റ് വാല്യൂസും അറിയാൻ പറ്റത്തില്ല, പാസ്റ്റ് വാല്യൂസിനും ഡിപ്പെൻഡ് ചെയ്തില്ല. Therefore, എന്തായിരിക്കും? റെസ്പോൺസ് ഡിപ്പെൻഡ്സ് ഓൺ എന്തായിരിക്കും? പ്രസന്റ് വാല്യൂസ് ഉള്ളി അല്ലെ? ഡിപ്പെൻഡ്സ് ഓൺ പ്രസന്റ് വാല്യൂസ്. പ്രസന്റ് വാല്യൂസ്. പക്ഷെ മെമ്മറിലെസ് അല്ലെ? മെമ്മറിലെസ് സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ എന്താ? ഇൻസ്റ്റാന്റേനിയസ് ഇൻപുട്ട്. അപ്പൊ ഇൻസ്റ്റാന്റേനിയസ് സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഡൈനാമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ദാറ്റ് സിസ്റ്റം ഈസ് ഹാവിംഗ് മെമ്മറി. അതിനാണ് നമ്മൾ ഡൈനാമിക് സിസ്റ്റം നമ്മൾ പറയുന്നത്. ഓക്കെ. No provision for memory. The response depends upon the present values. For example, നമ്മൾ പറയുകയാണെങ്കിൽ y of t is equal to, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സിസ്റ്റം x of t എന്ന് പറയുന്ന ഒരു സിസ്റ്റം സ്റ്റാറ്റിക് ആണെങ്കിൽ നമുക്ക് എന്താ എങ്ങനെ ആയിരിക്കണം? y of t, the output y of t, it is a function of എന്തായിരിക്കും? x of t അല്ലെ? That is എന്തായിരിക്കും? Only depends on the present values. Only present values അല്ലെ? Only present values. For example, നമ്മൾ പറയാണ് y of t is equal to 2 into x of t. Y of t is equal to 2 into x of t. അപ്പൊ നമ്മൾ എന്തായിരിക്കും? put t is equal to 1 കൊടുക്കുന്നു. t equal to 1 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ? y of 1 is equal to 2 into x of 1 അല്ലെ? Therefore, t equal to -1 കൊടുത്താൽ എന്തായിരിക്കും വരിക? y of -1 is equal to 2 into x of -1. That means the response depends upon the present values. Therefore, system is static അല്ലെ? അടുത്തെന്തായിരിക്കും വരിക? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. y of t is equal to x of minus t. Therefore, y of 1 it is equal to x of -1. That means the output of the time of the signal at the time t is equal to 1. It depends upon the input at t is equal to -1. That means past time അല്ലെ? അടുത്ത y of -1 നോക്കിയേ. That is equal to x of 1. That is the past. എന്തായിരിക്കും? the future. അപ്പൊ എന്തായിരിക്കും? the system is dynamic, അല്ലെങ്കിൽ നോട്ട് സ്റ്റാറ്റിക് നമുക്ക് പറയാൻ പറ്റും. ഡൈനാമിക്. അടുത്ത് നോക്കിയേ. y of t plus 2, sorry, y of t is equal to sin of t plus 2 into x of t. t is equal to 1 കൊടുക്കുക. Therefore, y of 1 കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? y of 1 is equal to sin 2 plus 1 3 into x of 1. നമ്മൾ പറഞ്ഞ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് മാത്രം, മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്ത് ചെയ്യുക? നെഗ്ലക്ട് ചെയ്യുക. Therefore, എന്തായിരിക്കും? 1 1. That means it depends upon the present value അല്ലെ? present. Then y of 2 എന്തായിരിക്കും? That is equal to sin 4 into x of 2. present value. Neglect the multiplying factor. Therefore, it depends upon input and output. The system is a static system അല്ലെ? That means it depends upon the present values. അതിനാണ് നമ്മൾ സ്റ്റാറ്റിക് സിസ്റ്റം നമ്മൾ പറയുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റം. സ്റ്റേബിൾ അൺസ്റ്റേബിൾ സിസ്റ്റത്തിനകത്ത് ഓർത്ത് വയ്ക്കുക, സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ BIBO. ദാറ്റ് മീൻസ് BIBO കണ്ടീഷൻ, അല്ലെങ്കിൽ ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് കണ്ടീഷൻ. ഓർത്ത് വയ്ക്കുക, സ്റ്റെബിലിറ്റി ഈസ് ബേസ്ഡ് ഓൺ എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് കണ്ടീഷൻ. എന്താണ് ബൗണ്ടഡ് ഇൻപുട്ട്? നമ്മൾ പറഞ്ഞു, ബൗണ്ടഡ് ഔട്ട്പുട്ട് പറഞ്ഞു. ഫോർ ബൗണ്ടഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് വാല്യൂ ഓഫ് ഇൻപുട്ട്, അല്ലെങ്കിൽ ബൗണ്ടഡ് ഔട്ട്പുട്ട് പറയുമ്പോഴത്തേക്ക് എന്താ? ഫൈനൈറ്റ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ഫോർ എക്സാമ്പിൾ, x of t എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ആണെങ്കിൽ, x of t I am giving this to a system, then I am getting y of t as the output അല്ലെ? സിസ്റ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ, ഫോർ എ സിസ്റ്റം ടു ബി സ്റ്റേബിൾ,
for a system to be stable എന്താണ് modulus of the value of x of t should less than infinity അല്ലെ should have finite values അല്ലെ for all values of t from minus infinity to plus infinity അവിടുത്തെ എന്തായിരിക്കും ഇത് ഇൻപുട്ട് ആണ് അല്ലെ ബൗണ്ടഡ് ഇൻപുട്ടും ബൗണ്ടഡ് ഔട്ട്പുട്ടും ആണ് അല്ലെ ഔട്ട്പുട്ടും ബൗണ്ടഡ് ആയിരിക്കണം therefore modulus of y of t also should be less than infinity therefore it is also for all values of t from minus infinity to infinity അത് ഓർത്താൽ മതി അപ്പൊ നമ്മൾ ഇത് എങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ള കാര്യം നോക്കാം for example y of t is equal to 2 into x of t check whether the system is stable or unstable എന്നാണ് ചോദ്യം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത് ഓൾവേസ് ടേക്ക് ഇൻപുട്ട് ആസ് ഫൈനൈറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഓൾവേസ് ടേക്ക് ഇൻപുട്ട് ആസ് ഫൈനൈറ്റ് ഇവിടെ നമ്മൾ എടുക്കുന്ന എന്തായിരിക്കും എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 ആയിട്ട് എടുക്കുക എല്ലാ കേസിലും അപ്പൊ എന്തായിരിക്കും y of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ y of t is equal to 2 into x of t ആണ് therefore 2 into 1 that is equal to 2 എന്ന് വരും അപ്പൊ എന്താ ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് ബൗണ്ടഡ് അല്ലെങ്കിൽ ഇൻപുട്ട് ഫൈനൈറ്റ് വാല്യൂ ഔട്ട്പുട്ട് ഫൈനൈറ്റ് വാല്യൂ therefore system is എന്തായിരിക്കും therefore system is stable okay അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ y of t is equal to x square of t always take input as finite here input x of t is equal to 1 therefore y of t is equal to x square of 1 that is also 1 therefore input finite output also finite therefore system is stable okay next question y of t is equal to integrate from minus infinity to t x of tau d tau ഇവിടെ എന്തായിരിക്കും എക്സ് ഓഫ് ടി അല്ല ടോ ഉള്ളത് അല്ലെ ഇൻപുട്ട് ഫൈനൈറ്റ് എടുക്കുക അപ്പൊ എന്തായിരിക്കും എക്സ് ഓഫ് ടോ ഈസ് ഈക്വൽ ടു 1 ടേക്ക് ഇൻപുട്ട് ആസ് എ ഫൈനൈറ്റ് അല്ലെ എക്സ് ഓഫ് ടോ ആസ് 1 therefore y of t is equal to integral from minus infinity to t എന്തായിരിക്കും 1 into d tau that is equal to എന്തായിരിക്കും വരിക ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോ കിട്ടും ടോ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ടി minus of minus infinity that is equal to t plus infinity that is equal to infinity അപ്പോ ഇൻപുട്ട് ബൗണ്ടഡ് ഇൻപുട്ട് ഫൈനൈറ്റ് ഇൻപുട്ട് കൊടുത്തപ്പോ കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് ഇൻഫിനിറ്റി ആണ് therefore the system is unstable that if you are giving a bounded input അല്ലെങ്കിൽ ഫൈനൈറ്റ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനൈറ്റ് ഇൻപുട്ട് ആയിട്ട് ഫൈനൈറ്റ് ഔട്ട്പുട്ട് കിട്ടണം അതാണ് നമ്മൾ പറയുന്നത് ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ ബൗണ്ടഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഇൻപുട്ട് ആയ എക്സ് ഓഫ് ടോ ഈസ് ഈക്വൽ 1 കൊടുത്തപ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് ബിക്കംസ് ഇൻഫിനിറ്റിയിലേക്ക് പോയി therefore ബൗണ്ടഡ് ഇൻപുട്ട് ആൻഡ് ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് therefore the system is unstable എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് നോക്കിയേ y of t is equal to x of at y of t is equal to x of at എന്താ നമ്മൾ ഫസ്റ്റ് കേസ് എന്താ put x of t is equal to it select input x of t is equal to 1 x of t 1 ആണ് x of at എന്തായിരിക്കും it is also x of t finite value ആയതുകൊണ്ട് a എന്ന് പറഞ്ഞ സ്കെയിലർ ആവുമ്പോഴത്തേക്ക് എന്താ അതും ഫൈനൈറ്റ് ആയിരിക്കും therefore y of t is also എന്തായിരിക്കും finite y of t is also finite അപ്പോൾ എന്തായിരിക്കും വരിക therefore system is stable അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ y of t is equal to t into x of t y of t is equal to t into x of t അതാകുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും വരിക y of t is equal to t into x of t is equal to first select input as the finite value x of t is equal to 1 therefore y of t is equal to t അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും if t tends to infinity ആണെങ്കിലോ therefore y of t is equal to എന്തായിരിക്കും y of t is equal to infinity input finite കിട്ടി output infinity കിട്ടി therefore system is unstable because the stability is defined for all values from minus infinity to infinity okay next y of t is equal to x of minus t y of t is equal to x of minus t we have to take x of t is equal to 1 x of minus t also finite value is equal to 1 therefore y of t is equal to എന്തായിരിക്കും വരിക it is also 1 finite value therefore finite input finite output system is a stable system next question y of t is equal to e raised to t into x of t put x of t is equal to 1 therefore എന്തായിരിക്കും വരിക y of t is equal to e raised to t as y of t is equal to e raised to t as t tends to infinity
എന്തായിരിക്കും വരിക? e raised to infinity, that is also infinity. Input is 1, output is infinity, therefore system is unstable. Okay, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ സ്പീഡിൽ പറഞ്ഞിട്ട് പോവുകയാണ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എൻ്റെ. നെക്സ്റ്റ്, y of t is equal to x of t by t minus 2. Here x of t is equal to 1 അല്ലെ? ബൗണ്ടഡ് ഇൻപുട്ട് x of t is equal to 1 എടുക്കുമ്പോഴത്തേക്ക് എന്താ? y of t is equal to 1 by t minus 2 അല്ലെ? ഇവിടെ നോക്കിയേ, when t is equal to 0 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? when t is equal to 2 ആവുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ when t is equal to 2 ആവുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? y of t is equal to 1 by 0, that is equal to infinity. Input is equal to bounded infinity എന്തായിരിക്കും? സോറി, ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇൻഫിനിറ്റി കിട്ടി. therefore system is unstable. സോ ഇതാണ് നമ്മളുടെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ സിസ്റ്റം അൺസ്റ്റേബിൾ ആണോ സ്റ്റേബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് എന്നുള്ള പ്രൊസീജർ നോക്കുക. ഇൻപുട്ട് എക്സ് ഓഫ് ടി നമ്മൾക്ക് ബൗണ്ടഡ് ആയിട്ട് കൊടുക്കുക, ഒരു കോൺസ്റ്റന്റ് ഇൻപുട്ട് എക്സ് ഓഫ് ടി ഈക്വൽ ടു 1 കൊടുക്കുക, അതിന് നമ്മൾ ഔട്ട്പുട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനൈറ്റ് വാല്യൂ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിസ്റ്റം ഈസ് സ്റ്റേബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.